വളരെ സിമ്പിളായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു എഗ് ഫ്രൈഡ് റൈസ് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മെൽട്ടായി വന്ന സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 2-3 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള ഒനിയൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ജസ്റ്റ് ആ റെഡ് പോർഷൻ മാത്രം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒത്തിരി അങ്ങ് വാടിപ്പോണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അതിനുശേഷം ഒരു ചെറിയൊരു ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു 1/4 ഭാഗത്തിൻ്റെ പകുതി ക്യാബേജും കൂടി ഇതേപോലെ എടുത്ത് വളരെ ചെറുതാക്കി ക്യൂബായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റാണ് ഇത്തിരി കൂടിയും വേവ് ആവശ്യമുള്ളൂ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയെന്ന് വരുമ്പോൾ തന്നെ നമ്മളൊരു 3 മാഗി ക്യൂബ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, അതേപോലെ തന്നെ ക്യാബേജും അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മാഗി ക്യൂബ് നല്ലപോലെ ഒന്ന് എന്താ പറയുക മെൽട്ടായി വരണം കേട്ടോ. അതുവരെ നിങ്ങൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒത്തിരി അങ്ങ് വഴന്നൊന്നും പോകണ്ട കേട്ടോ. അതിനുശേഷം നിങ്ങൾ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പോണ്. റൈസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു 30 to 40 മിനിറ്റ് വരെ നമ്മൾ വെള്ളത്തിൽ കുതിർത്താനിടുക. അതിനുശേഷം നമ്മൾ വേവിക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഒരു മാക്സിമം ഒരു ലെമൺ തന്നെ നമ്മൾ പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും നല്ലൊരു ഫ്ലേവർ വരും. ഒത്തിരി അങ്ങ് ഉടയാതെ തന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ആ റൈസ് നല്ല നീളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മുട്ട ജസ്റ്റ് ഒന്ന് ഉപ്പ് കൂട്ടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബീൻസും അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയനൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് വീട്ടിലുള്ള ഐറ്റംസുകൾ മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ റെസിപ്പീൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.